സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് പുതിയൊരു പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം നല്ല പ്രഭാഷണമാണ്. ആ പ്രസംഗമൊക്കെ എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. അത് സംഘടനയുടെ അകത്തുള്ള ആളുകൾ മാത്രമല്ല, സംഘടനയുടെ പുറത്തുള്ള ആളുകളെ ആകർഷിക്കുന്നുണ്ട്. മറ്റു സമുദായങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്, മാധ്യമ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തു വേണം? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഒരു പൊതു സ്വീകാര്യനായിട്ടുള്ള ഒരു പുതിയ അധ്യക്ഷൻ വന്നിട്ടുണ്ട്. അതിന്റെ പേരിൽ എല്ലാവർക്കിടയിലും വലിയ സ്വീകാര്യത വർദ്ധിക്കുന്നു എന്ന് വന്നാൽ ഒരു സാധാരണ ശരാശരി മുസ്ലിം ചിന്തിക്കേണ്ട എന്താണ്? അൽഹംദുലില്ലാഹ്, നല്ല കാര്യം, അതിനെ പ്രോത്സാഹിപ്പിക്കണം. ആ അർത്ഥത്തിൽ ഒരു നല്ല സമയത്തേക്കാണ് നമ്മൾ എത്തിച്ചേർന്നത്, നല്ല സന്ദർഭമാണിത് എന്നല്ലേ ചിന്തിക്കേണ്ടത്? അതല്ല ചിന്തിക്കുന്നത്. അങ്ങനെ പ്രസിഡന്റ് സമസ്തക്ക് വേണ്ട. സമസ്തന്റെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ സുഖമില്ലാതെ എണീക്കാനൊന്നും വയ്യാതെ കസാരയിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഇങ്ങനെ ദുആ ചെയ്ത് അപ്പം തന്നെ ഇതാ ക്ഷീണിതനാണെന്നുണ്ട് തിരിച്ചു കൊണ്ടുപോകണേ, ആർക്കും ബുദ്ധിമുട്ടും പ്രയാസമൊന്നും അല്ലാതെ ഒരു കാര്യത്തിലും ഇടപെടാതെ അങ്ങനെ ദ്വാരക്കാൻ വേണ്ടി നടക്കണം മാത്രം മതി. ആ ആളുകൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഞാനതിന് ചെറുതാക്കി കാണുകയല്ല. പക്ഷേ ഇങ്ങനൊരു പ്രസിഡന്റ് വന്ന സമയത്ത് എന്തിനാ പ്രസിഡന്റ് മോശമാക്കി കളയേണ്ട കാര്യം? ഈ വഖഫ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമസ്തയോ സമസ്തയുടെ നേതാക്കളുടെ ഭാഗത്ത് നിന്ന് 1% എന്തെങ്കിലും തെറ്റ് സംഭവിച്ചോ? എന്താ അവിടെ സംഭവിച്ച കാര്യം? കേരള വഖഫ് ബോർഡ് 100-105 ഉദ്യോഗസ്ഥന്മാരാണുള്ളത്. അത് പകുതിയിലേറെയും താൽക്കാലിക ജീവനക്കാരാണ്. സ്ഥിര നിയമനം കിട്ടിയ ആൾക്കാർ വളരെ കുറവാണ്. കേരള ഗവൺമെന്റ് തീരുമാനിച്ചു ഈ വഖഫ് ബോർഡിലെ നിയമനങ്ങളൊക്കെ ഇനി PSCക്ക് വിടണം. ഇനി PSC ആണ് നിയമിക്കേണ്ടത്. ആ തീരുമാനം വന്ന അന്ന് മുതൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ച സമീപനം എന്താണ്? PSCക്ക് വിട്ടാൽ അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിന് മുസ്ലിം ആയിരിക്കും. ആ മുസ്ലിം ഒരു പക്ഷേ മതവിശ്വാസി പോലും ആയിക്കൊള്ളണമെന്നില്ല, പേരിന് മുസ്ലിം ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കനേശുമാരി മുസ്ലിങ്ങൾ വഖഫ് ബോർഡിൽ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ വാക്കഫിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് വഖഫ് സ്വത്തുകൾ പരിപാലിക്കുന്നിടത്ത് വീഴ്ച വരുത്തും. അത് വലിയ അബദ്ധത്തിലേക്കാണ് എത്തുക. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വഖഫ് ബോർഡിൽ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചത് എങ്ങനെയായിരുന്നു? വഖഫ് ബോർഡിന്റെ ഒരു റിക്രൂട്ട്മെന്റ് ബോർഡ് അതിലേക്ക് അപേക്ഷ നൽകിയ ആളുകളെ ഇന്റർവ്യൂ നടത്തി ഇത്തരം കാര്യങ്ങൾക്കൊക്കെ യോഗ്യനാണ് എന്ന് സ്വയം ബോധ്യം വരുമ്പോ ആവശ്യമായ അന്വേഷണം നടത്തിയിട്ടാണ് അവരെ വഖഫ് ബോർഡിൽ ഉദ്യോഗസ്ഥന്മാരായിട്ട് നിയമിക്കുക. ഗവൺമെന്റ് പറഞ്ഞു ഇവരെ ഇനി PSCക്ക് വിടണം. സമസ്ത ഒരു ഘട്ടത്തിലും ഈ PSCക്ക് വിടുന്നതിനോട് സമസ്ത യോജിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് നേരിട്ട് യഥാർത്ഥ അതിന് യോഗ്യരായ ആളുകളെ നിയമിക്കുന്ന സംവിധാനമാണ് ഉണ്ടാകേണ്ടത് എന്ന് കൃത്യമായിട്ട് സമസ്ത പറഞ്ഞു. സമസ്തന്റെ മറുഭാഗത്തുള്ള വിഘടിത വിഭാഗം ഈ കാര്യത്തിൽ സ്വീകരിച്ച സമീപനം എന്തായിരുന്നു? അവർ PSCക്ക് വിടണം എന്നാ പറഞ്ഞു. PSCക്ക് വിടണം എന്നായിരുന്നു അവരുടെ നിലപാട്. ജമാഅത്ത് മുജാഹിദും PSCക്ക് വിടണ്ടെന്ന് പറഞ്ഞു. ഓരെ സംബന്ധിച്ചോളം PSCക്ക് വിട്ടാലും കുഴപ്പമില്ല, വിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം അവരുടെ സ്ഥാപനങ്ങളൊക്കെ ട്രസ്റ്റാണ്, ഒന്നും വഖഫ് ബോർഡല്ല. ഇനി വഖഫ് ബോർഡിൽ ഏതെങ്കിലും വഖഫ് ആണെങ്കിൽ തന്നെ അതൊക്കെ ട്രസ്റ്റാക്കി വെച്ച് വഖഫ് ബോർഡ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. അപ്പൊ അവർക്ക് അതിനെ കുറിച്ച് എന്തും പറയാം. ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മേൽവിലാസത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഏറ്റവും കൂടുതൽ വഖഫ് സ്വത്തായിട്ട് നിലനിൽക്കുന്നതും ആ അർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതും. പല സംഘടനകളും പല നിലപാട് സ്വീകരിച്ചു. നിയമസഭയിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വന്നപ്പോ ആ നിയമസഭയിൽ പോലും പറയപ്പെട്ടത് എന്താണ്? ഇപ്പോഴുള്ള താൽക്കാലിക ജീവനക്കാരങ്ങൾ സ്ഥിര നിയമനം കൊടുക്കണം, ഇതിന് ശേഷം പുതിയ ആളുകളെ നിയമിക്കുവാണെങ്കിൽ PSCക്ക് വിട്ടോ എന്നാ പറഞ്ഞത്. അതുവരെ നിയമസഭയിൽ അഭിപ്രായം ഉണ്ടായി. പക്ഷെ സമസ്ത അവിടെ എല്ലാം പറഞ്ഞത് എന്താണ്? ഇത് PSCക്ക് വിടാൻ പാടില്ല, അത് വഖഫ് ബോർഡിന്റെ കീഴിലുള്ള റിക്രൂട്ട്മെന്റ് ബോർഡ് തന്നെയാണ് നിയമിക്കേണ്ടത് എന്ന കാര്യത്തിൽ സമസ്ത അടിയുറച്ചു നിന്നു. അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ പ്രഖ്യാപിച്ചു. ആ സമരങ്ങൾ ഇവിടെ നടന്നു. ആ സമരങ്ങളോട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സഹകരിച്ചു, സമരത്തിന്റെ ഭാഗമായിട്ട് മാറി. ആ സമരത്തിൽ പറയപ്പെട്ട ഒരു കാര്യമായിരുന്നു, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളിയാഴ്ച പള്ളികളിൽ ഒരു ബോധവൽക്കരണം നടത്തണം എന്ന ഒരു തീരുമാനം മതസംഘടനകളുടേതല്ലാതെ എല്ലാ ആളുകളും കൂടിയിട്ട് അത്തരം ഒരു തീരുമാനം പ്രഖ്യാപിക്കപ്പെട്ടു. ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട സമരങ്ങളും മറ്റൊക്കെ നടന്നുകൊണ്ടിരിക്കുകയും ഇത് സംബന്ധമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് വേണ്ട പരിഹാരം കാണാമെന്ന് ഭരണാധികാരികൾ സമസ്തയുടെ നേതൃത്വത്തിന് കൃത്യമായി ഉറപ്പു നൽകുകയും ചെയ്ത പശ്ചാത്തലത്തിൽ സമസ്തയുടെ പ്രസിഡന്റ് ആരോടും ആലോചിക്കാതെയല്ല, വ്യക്തിപരമായ അഭിപ്രായമായിട്ടല്ല, ആവശ്യമുള്ളവരോടെല്ലാം കൂടിയാലോചിച്ചുകൊണ്ട് ഒരു പൊതുസഭയിൽ പറഞ്ഞു, സമരത്തിനൊന്നും ഒരു മുടക്കമില്ല, ആവശ്യത്തിനൊന്നും 1 ഇഞ്ച് പിറകോട്ടുമില്ല,
പക്ഷെ പള്ളിക്കകത്ത് തൽക്കാലം പറയണ്ടെന്ന് പറഞ്ഞു. ഇതിനെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മഹാനായ സമസ്തയുടെ അധ്യക്ഷനെ മോശമായി ചിത്രീകരിക്കുന്ന, വികൃതമായിട്ട് ചിത്രീകരിക്കുന്ന എന്തെല്ലാം ചാപ്പകളാണ് മൂപ്പരെ പേരിൽ കുത്തിയതെന്ന് ഞാനിവിടെ പറയണില്ല. അതൊക്കെ സംഭവിച്ചില്ലേ? അവസാനം ഇതേ സമസ്തയുടെ നേതൃത്വം തന്നെ ഇവിടുത്തെ സർക്കാർ ചർച്ചക്ക് വിളിച്ചു. അവസാനം അത് സംബന്ധമായ തീരുമാനമുണ്ടായി. ആദ്യം മുതൽ അവസാനം വരെ ഈ വിഷയത്തിൽ സമസ്ത എന്ത് നിലപാടെടുത്തോ ആ നിലപാടിലേക്ക് സർക്കാരിന് തിരിച്ചു വരേണ്ടി വന്നു. എന്നാൽ അത് സമസ്തന്റെ നേട്ടമായിട്ടൊന്നും നമ്മൾ അവകാശപ്പെടുന്നില്ല. അവകാശം ആർക്കും ഉന്നയിക്കാം, ആർക്കും ഉന്നയിച്ചോട്ടെ, നമുക്ക് അവകാശവാദം ഉന്നയിക്കും. പക്ഷേ കാര്യം നടന്നു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇതേപോലെയുള്ള ഓരോ വിഷയങ്ങൾ വരുന്ന സമയത്തും വളരെ സത്യസന്ധമായി ഒരു മതസംഘടനക്ക് അതിന്റെ പരിമിതിക്കകത്ത് നിന്നുകൊണ്ട് ഒരു പണ്ഡിത പ്രസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിപക്ഷത്തെ പോലെ എന്തും പറയാൻ പറ്റൂല, ഭരണപക്ഷത്തെ പോലെ എല്ലാത്തിനും ന്യായീകരിച്ചടക്കാനും പറ്റൂല. ഒരു പണ്ഡിത സഭയാകുമ്പോ ആ പണ്ഡിത സഭ അതിൻ്റെതായിട്ടുള്ള ആ പരിമിതിക്കും മാന്യതക്കും അതിൻ്റെതായ സത്യസന്ധതയുടെയും വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട് ഈ സമുദായത്തിന്റെ പ്രശ്നങ്ങളിൽ മനോഹരമായിട്ട് ഇടപെട്ടോടത്തോളം നല്ല രീതിയിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാനും സാധിച്ചു. ഈ രീതിയിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ വിഷയങ്ങളും ഇടപെട്ടിട്ടുള്ളത്. ഈ 100 വർഷക്കാലത്തിനിടയിൽ ഈ സമുദായത്തിന്റെ ആദർശപരമായ കാര്യങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിലാണെങ്കിലും സമുദായത്തിന്റെ പൊതുപ്രശ്നങ്ങളിലാണെങ്കിലും ഒക്കെ എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് ഐക്യവും ഒത്തൊരുമയും സഹിഷ്ണുതയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന സമീപനമാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇക്കാലം അത്രയും നിർവഹിച്ചിട്ടുള്ളത്. അങ്ങനെ പ്രസ്ഥാനം സമൂഹത്തിൽ അത്രയും വലിയ സ്വീകാര്യതയും അംഗീകാരവും നേടി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരമൊരു മദ്രസ സംവിധാനം ഒക്കെ ഉണ്ടാകുമ്പോൾ ആ മദ്രസ സംവിധാനമൊക്കെ വളർന്നു വന്ന് പന്തലിച്ച് അറബിക് കോളേജുകളായി, ദർസുകളായി, വലിയ സ്ഥാപനങ്ങളായിട്ട് വരുന്ന സമയത്ത് ഒരുപക്ഷെ നടത്തിപ്പുകാർക്ക് തോന്നാം ഇതിന്റെ ഏകദേശം നടത്തിപ്പിന്റെ രീതിയൊക്കെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏകദേശം ഇതിന് സംഭാവന തരുന്ന ആളുകളെ ലിസ്റ്റൊക്കെ ഫോൺ നമ്പറൊക്കെ എന്റെ കയ്യിലുണ്ട്. ഇനിയിപ്പോ ഇതിന് മേൽഘടകത്തിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് തന്നെ സ്വന്തം നടത്താൻ പറ്റുന്നുള്ളൂ എന്നൊക്കെ തോന്നുന്ന ചില തോന്നലുകളുണ്ട്. ഈ തോന്നലുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഇടപെടും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിൽ ഇടപെടും, അത് സ്വാഭാവികമാണ്. അത് സമസ്തന്റെ മാത്രം കാര്യമല്ല, ഏത് സംഘടനയും, ദുനിയാവിലുള്ള ഏത് സംഘടന ഇടപെടും. കാരണം എന്താണ്? ആ സംഘടനയുടെ മേൽവിലാസത്തിൽ, ആ സംഘടനയുടെ തണലിൽ, ആ സംഘടനയുടെ ഫലഭൂയിഷ്ഠമായ മണ്ണിൽ വളർന്ന് പന്തലിച്ചിട്ട് എല്ലാമായി എന്ന് വരുന്ന സമയത്ത് പിന്നെ ആ സംഘടന ശരിയല്ല, അതിന്റെ ഡ്രൈവർ ശരിയല്ല, പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് തള്ളിപ്പറഞ്ഞിട്ട് പിന്നെ സ്വതന്ത്രമായ സ്വഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ സ്വയബോധമുള്ള ഒരു സംഘടനാ പോത്തിനും തയ്യാറാവൂല. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും വരുന്ന സമയത്ത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൽ കണിശമായ സമീപനം സ്വീകരിക്കും. അത് സമുദായത്തോട് വെട്ടിത്തുറന്നു പറയും, സ്വീകരിക്കുന്നവർക്ക് സ്വീകരിക്കാം. ഇനിയല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കൂടെ നിൽക്കുന്നതിനേക്കാണ് വലിയ പുണ്യം സമസ്ത എങ്ങനെ നിരന്തരം ധിക്കരിച്ച് മുന്നോട്ട് പോകാനാണ് ജീവിതത്തിൽ വലിയ പുണ്യം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അവരെ പുണ്യമായിട്ട് പോയിക്കോട്ടെ, എവിടത്തും നമുക്ക് നോക്കാം. കാരണം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 കൊല്ലം ചരിത്രത്തിനിടയിൽ അതിനെ തള്ളിപ്പറഞ്ഞും അതിനെ എതിരെ പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് അവശിഷ്ടങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒന്ന് പുറകോട്ട് സഞ്ചരിച്ചാൽ മതി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ധിക്കരിച്ചവരും തള്ളിപ്പറഞ്ഞവരൊന്നും ചരിത്രത്തിൽ ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല. അത് നമ്മൾ ഭീഷണിപ്പെടുത്തൊന്നുമല്ല, ആ ചരിത്രം പരിശോധിച്ചാൽ അറിയാം, വായിച്ചു നോക്കിയാൽ അറിയാം. അതുകൊണ്ട് ഈ മഹാന്മാരായ പണ്ഡിതന്മാർ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചും സ്വീകരിച്ചും മുന്നോട്ട് പോവുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏതെങ്കിലും വിഷയത്തിൽ ഇടപെട്ടാൽ, ഏതെങ്കിലും വിഷയത്തിൽ ഒന്ന് കോടതിയിൽ പോയാൽ, ഒന്ന് സുപ്രീം കോടതിയിൽ പോയാൽ അപ്പൊ ചോദിക്കുകയാണ്, ഇതൊക്കെയാണ് സമസ്തന്റെ പരിപാടി. സമസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മജ്‌ലിസ് നൂർ നടത്തണം, മജ്‌ലിസ് നൂർ മുഴുവൻ നടത്താൻ പാടില്ല, മൂല്യത്തിൽ നിന്ന് ചെല്ലിത്തീർന്നാൽ മതി, കാശും കണക്കൂട്ടലൊക്കെ വേറെ നമ്മൾ ചെയ്തോളും. അങ്ങനെയാണ്. നിങ്ങൾ മജ്‌ലിസ് നൂർ നടത്തിയാൽ മതി, നിങ്ങൾ വഴൽ നടത്തിയാൽ മതി, നിങ്ങൾ ദ്വാ സമ്മേളനം നടത്തിയാൽ മതി, സംഭാവന ഇതിന് മേശന്റെ അടുത്ത് നമ്മൾ ഒന്നിരുന്നോളാം. ഇങ്ങനെ കുറെ ഉപദേശങ്ങളുമായിട്ട് വന്നിട്ടുണ്ട് ആളുകൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ കാലത്തും സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇടപെട്ടിട്ടുണ്ട്, അതാത് കാലത്തെ സ്വഭാവം അനുസരിച്ച്. അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ വിവിധ കേസുകളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സമസ്ത ഇടപെട്ടു. ഇവിടെ വഖഫുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും സമസ്ത ഇടപെട്ടു. ഇതൊക്കെ ഇടപെടുന്ന സമയത്ത് സമസ്തയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തോതിൽ സമൂഹത്തിൽ സമസ്തയെയും അതിന്റെ നേതൃത്വത്തെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചാരണങ്ങളാണ്. ഇതൊന്നും സമസ്തന്റെ പണിയല്ല. വളരെ പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള സംഭവം മാത്രം ഞാൻ പറയാം. 1969
കേന്ദ്ര സർക്കാർ ഒരു വിജ്ഞാപനം കൊണ്ടുവന്നു. ആ വിജ്ഞാപനത്തിൽ പറഞ്ഞെന്താണെന്നറിയോ? ഇവിടെയുള്ള വഖഫ് സ്ഥാപനങ്ങളുടെ വരുമാനത്തിന്റെ മുഴുവൻ വരുമാനത്തിന്റെയും 6% വിഹിതം, ഇന്ന് 7%, അന്ന് പറഞ്ഞത് 6%, വാർഷിക വരുമാനത്തിന്റെ 6% കേന്ദ്ര സർക്കാരിൽ അടക്കണം. കേന്ദ്ര വഖഫുമായി ബന്ധപ്പെട്ട വകുപ്പിൽ അടക്കണം. ആ 6% വിഹിതത്തിൽ ഏതൊക്കെ പറഞ്ഞു എന്നറിയോ? ഇന്നത്തെ പോലെ വാടക വരുമാനങ്ങളോ അതേപോലുള്ള സ്ഥിര വരുമാനങ്ങളല്ല. ആ സ്ഥിര വരുമാനങ്ങൾക്ക് പുറമെ അന്നൊക്കെ ഓരോ കുടുംബങ്ങളും അവരവരുടെ വീട്ടിൽ ഓരോ തെങ്ങ് പള്ളിക്കൊക്കെ വഖഫ് ചെയ്തിരുന്നു. ഒറ്റ തെങ്ങ് വഖഫ് ചെയ്യാം. ഓരോ കുടുംബത്തിലും 10-15 തെങ്ങ് പറമ്പിലുണ്ടാവും. അതിലൊരു തെങ്ങ് പള്ളിക്ക് വഖഫ് ചെയ്യും. അങ്ങനെ ഒറ്റ തെങ്ങ് വഖഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വഖഫ് ചെയ്ത തെങ്ങിൽ നിന്ന് ഒരു വർഷം എത്ര തേങ്ങ കിട്ടും, അതിന്റെ മൂല്യം എത്ര, അതിന്റെ 6% കേന്ദ്ര സർക്കാർക്ക് കൊടുക്കണം. സംഭാവനന്റെ 6% സർക്കാരിന് കൊടുക്കണം. എന്തിനധികം? നിക്കാഹ് കഴിക്കുന്ന സമയത്ത് നമ്മൾ പള്ളിയിൽ ഉസ്താദിന് നിക്കാഹിന്റെ പണം കൊടുക്കുമല്ലോ. ഒരു വർഷം മൊത്തം ആ പള്ളിയിൽ ലഭിച്ച നിക്കാഹിന്റെ പണത്തിന്റെ 6% കേന്ദ്ര സർക്കാരിന് കൊടുക്കണം. 1969 കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം വന്നു. ഈ വിജ്ഞാപനം വന്ന സമയത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് കോഴിക്കോട് ടൗൺ ഹാളിലേക്ക് കേരളത്തിലെ വഖഫ് സ്ഥാപനങ്ങളുടെ മേധാവികളുടെ യോഗം വിളിച്ചു. മഹല്ലി ജമാഅത്തുകൾ ഉണ്ടാകും, മദ്രസ കമ്മിറ്റികൾ ഉണ്ടാകും. അങ്ങനെ വലിയ ഇത്തരം വിഹിതം അടക്കാൻ മാത്രം സാമ്പത്തിക ശേഷിയുള്ള വഖഫ് സ്ഥാപനങ്ങളുടെ യോഗം വിളിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡാണ് യോഗം വിളിച്ചത്. കോഴിക്കോട് ടൗൺ ഹാളിലേക്കാണ് യോഗം വിളിച്ചത്. യോഗത്തിൽ പങ്കെടുത്ത ആൾക്കാരോട് പറഞ്ഞു, ഇതാ ഇങ്ങനെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. നമ്മുടെ വരുമാനത്തിന് സ്ഥിര വരുമാനം മാത്രമല്ല, മറ്റു ഭാഗികമായിട്ട് കിട്ടുന്ന ചെറുതും വലുതുമായ എല്ലാ വരുമാനത്തിന്റെയും വർഷത്തിൽ ലഭിക്കുന്ന വരുമാനത്തിന്റെ 6% കേന്ദ്രത്തിൽ അടക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ നമുക്ക് മറികടക്കണം. നമുക്ക് കൂട്ടായി ഇതിനായിട്ടുള്ള നീക്കങ്ങൾ നടത്തണം. അതിന് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നിങ്ങളെ പിന്തുണ വേണം, നിങ്ങളുടെ സപ്പോർട്ട് വേണം എന്ന് പറഞ്ഞു. എല്ലാവരുടെയും അംഗീകാരത്തോടു കൂടി ആ യോഗത്തിൽ വെച്ചുകൊണ്ട് സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി എന്നൊരു സംഘടന രൂപീകരിച്ചു. സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി 1969 ആ വഖഫ് സംരക്ഷണ സമിതിയിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുള്ള മുക്കം മൊയ്മോൻ ഹാജി ആ വഖഫ് സംരക്ഷണ സമിതിയിൽ മെമ്പറായിരുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട TK പരീക്കുട്ടി ഹാജി, മാന്നാർ അബ്ദുൽ ഖാദർ ഹാജി, ആ കാലത്ത് സമസ്തയുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന പ്രമുഖരായ ഉമറാക്കൾ, അവരൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമസ്ത കേരള വഖഫ് സംരക്ഷണ സമിതി രൂപീകരിച്ചു. അന്ന് കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകുന്നു, ഗവർണർക്ക് നിവേദനം നൽകുന്നു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കോഴിക്കോട്ട് വന്നപ്പോൾ വഖഫ് സംരക്ഷണ സമിതി അവർക്ക് നിവേദനം നൽകുന്നു. ഫക്രുദ്ദീൻ അലി അഹമ്മദാണ് അന്ന് ഇതിന്റെ ചുമതലയുള്ള കേന്ദ്രമന്ത്രി. ഫക്രുദ്ദീൻ അലി അഹമ്മദിനെ ഷെയ്ഖുന ശംസുൽ ഉലമ നേരിട്ട് കണ്ടിട്ട് നിവേദനം നൽകിയിട്ട് ഗൗരവതരമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇതിൽ കാര്യമായ ഭേദഗതി ഉണ്ടാകാതെ ഒരിക്കലും ഞങ്ങൾ പിന്മാറില്ല, ഇത് വളരെ അപകടകരമായ നീക്കമാണ് എന്ന് പറഞ്ഞു. 1970 കേന്ദ്ര സർക്കാർ ആ വിജ്ഞാപനം മരവിപ്പിച്ചു. എന്നിട്ട് സ്ഥായിയായ വരുമാനങ്ങൾക്ക് മാത്രം അടച്ചാൽ മതി അതിന്റെ വിഹിതം എന്ന തീരുമാനം വന്നു. ഇപ്പോഴും വഖഫ് ബോർഡിൽ വിഹിതമടക്കുന്ന സമയത്ത് സംഭാവനക്ക് കൊടുക്കേണ്ടതില്ല, നിക്കാഹിന്റെ പണത്തിന് കൊടുക്കേണ്ടതില്ല, ഇതേപോലെയുള്ള സംഗതികൾക്കൊന്നും കൊടുക്കേണ്ടതില്ല. സ്ഥായിയായ ആ അർത്ഥത്തിലുള്ള വരുമാനങ്ങൾക്ക് മാത്രമേ ഇന്നും വഖഫ് ബോർഡിൽ വിഹിതമടക്കേണ്ടതുള്ളൂ. അന്ന് 6 ആയിരുന്നു, ഇന്ന് 7 ആണെന്ന് മാത്രം. സമസ്ത കേരള ജമിയത്തുലമ ഇത് സമസ്തന്റെ നേട്ടാണെന്ന് എവിടെയും കൊട്ടിപ്പാടി നടന്നിട്ടില്ല. അത് അവിടെ പ്രചരിപ്പിക്കാനും പോകാറില്ല. പക്ഷേ അടുത്ത കാലത്ത് സമസ്ത കേരള ജമിയത്തുലമ ചില മുസ്ലിം സമുദായത്തെ നേരിട്ട് ബാധിക്കുന്ന ചില വിഷയങ്ങൾ ഇടപെട്ടപ്പോൾ അതിനൊക്കെ വളരെ മോശമായി ചിത്രീകരിക്കാനും സമസ്തയുടെ നേതൃത്വത്തെ ഇകഴ്ത്താനൊക്കെ പല ആളുകളും ശ്രമിക്കുന്ന ഘട്ടം വന്നപ്പോൾ ഇതൊന്നും നിലയിൽ തുടങ്ങിയതൊന്നുമല്ല. ഇത് പണ്ട് കാലം മുതലേ സമസ്തയുടെ ചരിത്രത്തിൽ ഇതുപോലുള്ള നിർണായകമായ ഘട്ടങ്ങളിൽ ഈ സംഘടന ഇടപെടാറുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനും വേണ്ടി ഞാൻ ഈ ചരിത്രത്തിന്റെ ഒരു ഭാഗം സൂചിപ്പിച്ചത് മാത്രം. ഏതാനും വർഷങ്ങൾക്ക് മുമ്പാണ്, നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും, കേരളത്തിലെ ചില യതീംഖാനകളിലേക്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറച്ച് കുട്ടികളെ കൊണ്ടുവന്നു. ആ കുട്ടികളെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് പോലീസ് പിടിച്ചു, അറസ്റ്റ് ചെയ്തു.
കുട്ടികളെ അറസ്റ്റ് ചെയ്തു, കുട്ടികളെ കൊണ്ടുവന്ന അധ്യാപകരെ യതീംഖാന ഭാരവാഹികളൊക്കെ അറസ്റ്റ് ചെയ്തിട്ട് കുട്ടിക്കടത്താണെന്ന് പറഞ്ഞു. മനുഷ്യക്കടത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഗുരുതരമായ തെറ്റാണ്. ഇതേപോലെയുള്ള വലിയ ഗുരുതരമായ കുറ്റകൃത്യമാണ് യതീംഖാന ഭാരവാഹികൾ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് വലിയ അറസ്റ്റും യതീംഖാനകൾ റെയ്ഡ് നടത്തലും വലിയ കോലാഹലമായിരുന്നു. നമുക്കറിയാം ഓരോ യതീംഖാനകളൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, അതിന്റെ സംഭാവനകൾ എങ്ങനെ സംഘടിപ്പിക്കുന്ന, ആ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കഷ്ടപ്പാട് എന്തൊക്കെയാണ്. വളരെ പ്രയാസപ്പെട്ട് നടക്കുന്ന യതീംഖാനകളെ ഏതൊരു ഭീകര കേന്ദ്രമായിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മാധ്യമങ്ങളും ഭരണാധികാരികളും ഒക്കെ തുനിഞ്ഞിറങ്ങിയിട്ടുള്ള ഘട്ടം. പല യതീംഖാനകളും പൂട്ടുന്ന, അറസ്റ്റ് ചെയ്യുന്ന, അവിടുത്തെ അധികൃതർ അറസ്റ്റ് ചെയ്യുന്ന, റിമാൻഡ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നു. ഈ കുട്ടികളെ മൊത്തം മടക്കി അയച്ചു. ആ കുട്ടികളുടെ കൈവശം രേഖകളില്ല എന്ന് പറഞ്ഞ കുട്ടികളെ കുറെ പീഡിപ്പിച്ചു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നു. ഇതിന്റെയൊക്കെ അനുബന്ധമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് വന്നു, JJ ആക്ട് വന്നു. ഈ പ്രായപരിധിയിലുള്ള കുട്ടികളെ താമസിച്ചു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ നിലനിർത്തേണ്ട ചില വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും അനുസരിച്ചുള്ള JJ ആക്ട് നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നു. ഈ JJ ആക്ട് അനുസരിച്ചുകൊണ്ട് ഒരു യതീംഖാന നടത്തണമെന്നുണ്ടെങ്കിൽ നിലവിൽ യതീംഖാന നടത്തുന്ന ഒരു കൂട്ടർക്കും അത് കഴിയില്ല. കാരണം കുട്ടികൾ താമസിക്കുന്ന റൂം ഇത്ര സ്ക്വയർ ഫീറ്റ് നീളം വീതിയും വേണം, ആ കുട്ടി കിടക്കുന്ന കട്ടിൽ ഇത്ര വീതി നീളം വേണം, ആ കുട്ടിക്ക് ഇന്ന ഭക്ഷണമാണ് കൊടുക്കേണ്ടത്, ഒരു റൂമിൽ ഇത്ര കുട്ടികളെ കിടക്കാൻ പാടുള്ളൂ എന്ന് തുടങ്ങി അവിടെ ഇന്ന അധ്യാപകന് വേണം, ഇന്ന ട്രെയിനർ വേണം, ഇന്ന കൗൺസിലർ വേണം എന്ന് തുടങ്ങി ഒരു സാധാരണ ഒരു അനാഥശാല നാട്ടുകാരിൽ നിന്ന് പണം പിരിച്ചെടുത്തുകൊണ്ട് പാവപ്പെട്ട യതീം മക്കളെ പോറ്റുന്ന ഒരു സ്ഥാപന മേധാവിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന യതീംഖാന എങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നടത്താൻ പറ്റില്ല, നിങ്ങൾ കുട്ടികൾ എവിടെയെങ്കിലും പോയി താമസിച്ചോ എന്ന് പറഞ്ഞ് ഇറക്കി വിടാൻ പാകപ്പെടുന്ന രീതിയിലുള്ള കണിശമായ വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ടാണ് JJ ആക്ട് നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നത്. ഈ JJ ആക്ട് നിലവിൽ വന്നപ്പോ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ യതീംഖാന ഭാരവാഹികളൊക്കെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ട് പറഞ്ഞു, ഈ JJ ആക്ടിനെ നമുക്ക് മറികടക്കണം. ഈ JJ ആക്ടിനെ മറികടക്കാൻ വേണ്ടി സമസ്ത സുപ്രീം കോടതിയിൽ പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ സഹകരിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ പല ആളുകളും സമസ്തനെ പരിഹസിച്ചു. രാജ്യത്ത് നിലവിൽ വന്ന ഒരാക്ടിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ സമസ്തന്റെ മൂല്യന്മാര് സുപ്രീം കോടതി പോവാണ്, ഒരു കഥയും കാഴ്ചപ്പാടും ഇല്ല അവർക്ക് എന്ന് പറഞ്ഞിട്ട് പരിഹസിച്ചു. അപ്പൊ ഈ പരിഹാസം കേട്ടപ്പോൾ ഇത് ശരിയാന്ന് വിചാരിച്ച് വലിയ വലിയ താപ്പാനകൾ നടത്തുന്ന യതീംഖാനക്കാരൊന്നും നമ്മളെ കേസ് കൂടിയില്ല. കാരണം സമസ്തയല്ലേ, സമസ്തക്ക് ഇപ്പൊ പോയാൽ എവിടെ പോകും? ഇവർ പലരും സമസ്തനോട് സഹകരിച്ചില്ല, കേസിന് സഹകരിച്ചില്ല. ചില സാധുക്കൾ എന്ത് ചെയ്തു, എന്തായാലും സമസ്തല്ല ഒന്നും കാണാതെ പോവില്ല, അവര് സമസ്തനെ മുമ്പിൽ ഒപ്പിട്ടൊന്നു, ഞങ്ങൾ നിങ്ങളെ കൂടെ കേസിൽ കക്ഷി ചേരാൻ തയ്യാറാണ് എന്നുകൊണ്ട് ഇത് ഒപ്പിട്ടു. അത് സമസ്തയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ മാത്രമല്ല, മറ്റു പല സംഘടനകൾക്ക് കീഴിൽ സംഘടനകളുടേതൊന്നും അല്ലാതെയൊക്കെ നടക്കുന്ന പല യതീംഖാനകളുടെയും ഭാരവാഹികൾ സമസ്തന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ സംഘടനയ്ക്ക് ഈ പരിപാടിയൊന്നും കാണില്ല, അതുകൊണ്ട് നിങ്ങൾ നടത്തുന്ന കേസിൽ ഞങ്ങൾ ഈ കക്ഷി തീർക്കണം എന്ന് പറഞ്ഞു. 135 യതീംഖാനകൾ സമസ്ത നടത്തുന്ന കേസിൽ സഹകരിക്കാൻ തീരുമാനിച്ചു. 135 യതീംഖാനകൾ. അതിനേക്കാൾ എത്രയോ യതീംഖാനകൾ സഹകരിക്കാതെ മാറിയിരുന്നു. കാരണം എന്താ, സമസ്തക്കൊന്നും ഈ ഏർപ്പാടിന് കഴിയില്ല, വെറുതെ പത്രത്തിൽ വാർത്ത കൊടുക്കാൻ വേണ്ടി നടക്കുന്ന പരിപാടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചു. 135 യതീംഖാനകൾ സമസ്തയുടെ കൂടെ കേസിൽ കക്ഷി ചേർന്നു. സമസ്ത സുപ്രീം കോടതിയിൽ പോയി നമ്മുടെ നാട്ടിൽ യതീംഖാന നടത്തുന്ന എങ്ങനെയാണ് യതീം കുട്ടികൾ ഇവിടെ എത്തിപ്പെടുന്നത്, ആ യതീം കുട്ടികളുടെ കുടുംബ പശ്ചാത്തലം എന്താണ്, സാഹചര്യം എന്താണ്, ഈ വ്യവസ്ഥകൾ ഈ യതീംഖാന നടത്തിപ്പിനെ എത്രത്തോളം ദോഷകരമായി ബാധിക്കും തുടങ്ങി ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഡാറ്റകൾ വെച്ചുകൊണ്ട് കോടതിയിൽ നമ്മുടെ ഉയർന്ന അഭിഭാഷകർ വെച്ചുകൊണ്ട് സമസ്ത കേസ് വാദിച്ചു. ആ കോടതിയുടെ വിധി വന്നപ്പോ ഈ സമസ്ത കൊടുത്ത കേസിൽ പറഞ്ഞ 135 യതീംഖാനകൾക്ക് JJ ആക്ട് ബാധകമല്ല എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞു. ഈ 135 യതീംഖാനകൾക്ക് JJ ആക്ട് ബാധകമല്ല എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞു എന്ന് മാത്രമല്ല, ഈ നിമിഷം വരെ ആ JJ ആക്ട് ബാധകമല്ലാതെ അന്തസ്സോടുകൂടി ആ 135 യതീംഖാനകൾ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് സമസ്ത ചെയ്തൊരു സേവനാണ്. സമസ്തന്റെ സേവനാണ് എന്ന് പറഞ്ഞിട്ട് ഇത് എവിടെയും നമ്മൾ പ്രചരണം നടത്താൻ പോകാറില്ല. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേസിന് പോയാലും എന്തെങ്കിലും ഇടപെടൽ നടത്തിയാലും ഏതെങ്കിലും വിഷയത്തിൽ ഇടപെട്ടാലും ഒക്കെ
അത് ഈ സമുദായത്തിന് ഗുണകരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി നമ്മൾ ആദരണീയരായ ഉസ്താദുമാർ തിരിച്ചറിയുമ്പോൾ അവർ പറയുന്ന സുപ്രീം കോടതി പോവാ, എന്നാൽ ഒരു നിവേദനം കൊടുക്കുക, എന്നാൽ ആ മന്ത്രിയെ കണ്ടെന്ന് വിവരം പറയുക, എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സമരം തുടങ്ങുക, ഈ വിഷയം ഒരു പത്രസമ്മേളനം നടത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്ന് അതത് ഘട്ടങ്ങളിൽ അത്തരം ഗൗരവതരമായ വിഷയങ്ങളിൽ മാത്രമാണ് സമസ്ത കേരള ജമിയത്തിലും ഇടപെടാറുള്ളത്. ഇടപെട്ട കാര്യങ്ങളിലൊക്കെ ഒരു പരിധിവരെ ഈ പ്രസ്ഥാനത്തിൽ വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരിക്കലും ഈ പ്രസ്ഥാനത്തിന്റെ ഒരു നേട്ടമായിട്ട് നമ്മൾ എവിടെയും പ്രചരിപ്പിക്കാറില്ല. കാരണം അത് ഈ സമുദായത്തിനു വേണ്ടി സമസ്ത കേരള ജമിയത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങളാണ്. നമ്മുടെ നാട്ടിൽ വഖഫ് നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ നടന്നു. എന്തൊക്കെയാണ് സമസ്തയെയും അതിന്റെ അധ്യക്ഷനെയും അതിന്റെ പേരിൽ ഇവിടെ പല ആളുകളും പ്രചരിപ്പിച്ചത്?